ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമായ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലുള്ള ഉൾപ്പിരിവുകൾ ഇതാണ് ഞാൻ മലയാളി പരിശോധിക്കുന്നത്. ഒരുപക്ഷെ ഒരു 10-32 വർഷമായിട്ട് ഈ ദേശീയ രാഷ്ട്രീയം കാണുന്നത് താങ്കൾ പറഞ്ഞ രണ്ട് ഇൻകൺസിസ്റ്റന്റ് ഉണ്ട്. ഒന്ന്, എവിടെയാണ് നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആകുന്നത്? ഒന്ന്, ലോകസഭയിൽ മത്സരിച്ച് ജയിക്കുന്ന ഒരാൾക്ക് ഒരു വലിയൊരു ഭൂമികയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ പാടില്ല. രാഹുൽ ഗാന്ധി രാജ്യസഭയിലേക്ക് പോയാൽ മതി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞതിലുള്ള ഒരു പിഴവ്, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ രാജ്യസഭാ സ്ഥാനം ജോയ് ഇബ്രാഹിം കഴിഞ്ഞ ഉടനെ, പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ മുന്നണികൾ മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസിന് ഒരിക്കലും ഒരു രാജ്യസഭാ സ്ഥാനം കഴിഞ്ഞ ഉടനെ കിട്ടിയിട്ടില്ല. ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് അപാകതകളുണ്ട് ഇക്ബാലെ. പക്ഷെ ഇക്ബാല് അത് പറയാൻ വിധിക്കപ്പെട്ടവരാണ്, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ സന്തോഷവാന്മാരായിരിക്കും. പക്ഷെ എനിക്ക് റോജസിനോടൊരു ചോദ്യം. റോജസ്, ഇത്രത്തോളം ഈ പറഞ്ഞ ചതിവ് അല്ലെങ്കിൽ കുതികാൽ വെട്ട്, ഇതുപോലുള്ള ബാക്ക് സ്റ്റാബിങ് നിങ്ങൾ ഇരയായി ഇപ്പൊ പി ജെ ജോസഫ് ഇങ്ങനെ കിടക്കുകയാണ്, ഒരുപക്ഷെ ശരശയിൽ കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. പി ജെ ജോസഫ് ഇന്നലെ രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല, ഇന്ന് വന്നല്ല. പി ജെ ജോസഫിന് 40-40 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അപ്പൊ ഒരു തരവരും പിന്നെയും തരവരും, ഒരു തര കൊണ്ട് തീരുന്നതല്ല. ഒരു തരവരും പിന്നെയും തരവരും ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവിയാണ്. കേരള രാഷ്ട്രീയത്തിലെ ചിരഞ്ജീവിയാണ്. ഒരു തല പോയാൽ വേറെ തല വരും. അപ്പൊ ഒരു തല പോയി. സ്വാഭാവികമായി പൊളിറ്റിക്സിനകത്ത് മുമ്പോട്ട് നമുക്ക് ആസ്വദിക്കാം. കേരള കോൺഗ്രസ് പൊളിറ്റിക്സ് അതാണ്. കാരണം എന്ന് വെച്ചാല് കേരള കോൺഗ്രസ് ഇങ്ങനെ ചർച്ച ചെയ്ത് പിളർന്ന് അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഏത് സമയത്ത് തിരിച്ചു വരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു സാഹചര്യത്തിൽ പല പ്രാവശ്യവും കേരള കോൺഗ്രസ് ഇങ്ങനെ കുത്തനെ താഴെ പോയതാണ്. ഇപ്പൊ തന്നെ 8 കേരള കോൺഗ്രസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 6-7 കേരള കോൺഗ്രസ് 9 കോൺഗ്രസ് പറയുന്നത് UDF-ൽ 3 കേരള കോൺഗ്രസ് ഉണ്ട്, LDF-ൽ അതുകൊണ്ട് UDF-ൽ 2 ഉള്ളൂ, അത് 3 ആക്കി കിട്ടണമെന്നാണ് ഇപ്പൊ അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അനന്ത കലയുടെ സാധ്യതയുള്ളതാണ്. അത് മാത്രമല്ല, LDF-നകത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ആ കേരള കോൺഗ്രസ് ആണ് ഇപ്പം കഴിഞ്ഞ തവണ 3 സീറ്റ് ഉണ്ടായിരുന്നു. ആ 3 സീറ്റിന്റെ ഇത് വെച്ചിട്ടാണ് UDF ഭരണത്തിനുണ്ടായിരുന്നത്. അപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്നതും പി ജെ ജോസഫ് എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് ഇപ്പൊ പി ജെ ജോസഫ് വീണ്ടും UDF-ൽ തന്നെ നിൽക്കും, LDF-ലോട്ട് പോകാൻ ഒരു ശ്രമവും നടത്തുന്നില്ല? ഒരു സാഹചര്യവും. സാധാരണ LDF-നോടൊപ്പം ആയിരുന്നു ദീർഘകാലം. എന്തുകൊണ്ടാണ് ഇപ്പൊ LDF-ലോട്ട് പോകാത്തത്? അത് ഞാൻ അതിന്റെ ഒരു ചോദ്യം കൂടെ ചേർത്തിട്ട് പറയാം. എന്താ കാരണം വെച്ചാല് റോജസിന് പറ്റിയ ഒരു അപകടം, അത് ആന്റണി രാജു ഉണ്ടായിരുന്ന അപകടം പറ്റില്ലായിരുന്നു. അതായത് നിങ്ങൾ കംപ്ലീറ്റ് മുട്ട കൊണ്ടുപോയിട്ട് ഉമ്മൻചാണ്ടിയുടെ ബാസ്ക്കറ്റിൽ കൊണ്ട് വെച്ചു. ആ മുട്ട 2 മുട്ട അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെക്കണമായിരുന്നു. ആന്റണി രാജുവിന്റെ കയ്യിൽ ഒരു മുട്ട സൂക്ഷിക്കാൻ കൊടുത്താൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും അത് വിരിച്ചെടുത്ത് തന്നേനെ. നിങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് A ഗ്രൂപ്പിന്റെ കൊട്ടയെ കൊണ്ടുപോയിട്ട് ഇട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വിലപേശാൻ കഴിയാതെ വന്നതിന്റെ കാരണം നിങ്ങൾ ഒരു ഭിത്തിയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് തറക്കപ്പെട്ടു പോയി. അതാണോ രാഷ്ട്രീയത്തിനകത്ത് വിലപേശുന്നതൊക്കെ വരും ദിവസങ്ങളിൽ കാണാവുന്ന കാര്യങ്ങളുള്ളൂ. വരും ദിവസം അല്ല, ഇത് രാഷ്ട്രീയമല്ല. മാത്രമല്ല ശിവൻകുട്ടി ബാഗുമായിട്ട് നിൽക്കുക എത്ര കാലം. എനിക്കൊരു സംശയം. LDF ഈ വിഷയത്തിൽ തൊടുന്നുണ്ടെങ്കിലും പി ജെ ജോസഫിനെ കയറി അങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്ന ഒരു ശ്രമം നടത്തുന്നില്ല. ഇവർ വീണ്ടും UDF-ൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും. പക്ഷെ ആന്റണി രാജു സ്വാഗതം ചെയ്തു പി ജെ ജോസഫിന്. ആന്റണി രാജു സ്വാഗതം ചെയ്തു, കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള സ്വാഗതം ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷെ എങ്കിലും മനസ്സിലാക്കുന്നത് രാഷ്ട്രീയത്തിൽ അത് എങ്ങനെ പറയണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പി ജെ ജോസഫിനോടൊപ്പം നിൽക്കുന്ന അനുയായികൾ പലരും പി ജെ ജോസഫിനെ വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോമശേഖരപിള്ള, അതായത് ഇപ്പം നമ്മൾ ഈ UDF-ലെ ചെറുകക്ഷികളെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു അനുസരിച്ച് നിൽക്കുന്ന മറ്റൊരു മുന്നണി, അത് ശിവൻകുട്ടിയെ ഇരുത്തിക്കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമാണ്, എന്നാലേ അത് പൂർണ്ണമാകുള്ളൂ. NDA. ഇപ്പോൾ ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞു BJPക്ക് പണി കൊടുക്കാൻ പോകുന്നത് നോക്കിക്കോളൂ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. ഒരുപക്ഷെ സോമശേഖരപിള്ള
BJPക്ക് അതായത് NDAക്ക് സീറ്റ് നിർണയം പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം തുഷാർ വെള്ളാപ്പള്ളിയും അതുപോലെ BDJS-ഉം എന്ത് നിലപാടെടുക്കും? അതായത് ഇപ്പോൾ NDAയുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ BDJS-ന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ സീറ്റുകൾ ഫിക്സ് ചെയ്യാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിൽ കൂടെയാണ് BJP ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മുന്നണിയിലും അനിശ്ചിതത്വമുണ്ട്. തന്നെയുമല്ല, അതൊരു കഴിഞ്ഞ 6-7 മാസമായിട്ട് തുടരുന്ന ഒരു അനിശ്ചിതത്വമാണ്. അപ്പോൾ അതും യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDF കാൻഡിഡേറ്റിനെ ഫിക്സ് ചെയ്തു. 1ാം ഘട്ടത്തിലെ പ്രചരണം കഴിഞ്ഞു. UDF ഏറെക്കുറെയായി. ഞാൻ BJP രാഷ്ട്രീയം നിരീക്ഷിച്ചു തുടങ്ങിയിട്ട് 1987 മുതൽ നിരീക്ഷിക്കുന്നതാണ്. ഏറ്റവും ആദ്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുന്നൊരു മുന്നണിയായിരുന്നു BJP. അതെപ്പോഴും തുടർന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് കേരളം എന്നുള്ള ഈ ഒരു പ്രവിശ്യയിൽ ഈ BJPക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും പാകപ്പിഴവുകൾ എന്താണ് താങ്കളുടെ ഒരു മാധ്യമ നിരീക്ഷണം? NDA എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഫെയിൽഡ് എക്സ്പെരിമെന്റ് ആണ്. കാരണം വളരെ ഇപ്പോൾ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് NDAയുടെ ഒരു ഘടകകക്ഷി എന്ന് പറയുന്നത് BDJS മാത്രമാണ്. പിന്നെ ഇതിനകത്ത് ഈ BJPക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ തന്നെ അവർക്ക് തന്നെ എത്ര സീറ്റ് ഷെയർ ചെയ്യണം, അവരുടെ ഉള്ളിൽ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തീരുമാനമില്ല. എന്ന് പറഞ്ഞാൽ അതിനുള്ള സംഘടനാപരമായ ആന്തരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ NDA എന്ന് പറഞ്ഞൊരു മുന്നണി, ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇത് മുന്നണിയായി ഇനിയും ഇവോൾവ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഇവോൾവ് ചെയ്തിട്ടില്ല? 2 കക്ഷികളെ പ്രധാനമായുള്ളൂ. BDJS-ഉം PC തോമസിന്റെ കേരള കോൺഗ്രസ്. അത് തന്നെ ഒരു വളരെ ചെറിയ ഫാക്ഷനാണ്. ബട്ട് ഫോർ അദ്ദേഹത്തിനെ ഒഴികെ വേറെ ആരാണ് ഇതിന്റെ ഫോളോയിങ്? ഇല്ല. പിന്നെ ബാക്കിയുള്ള കക്ഷികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ NDA എന്നൊരു സമയം തമിഴ്നാട്ടിൽ എന്ന പോലെ ആന്ധ്രയിൽ എന്ന പോലെ പല സ്ഥലങ്ങളിലും, മഹാരാഷ്ട്ര ഇൻക്ലൂഡിങ് മഹാരാഷ്ട്ര, പലയിടങ്ങളിലും ഈ NDA ഒരു ഫെയിൽഡ് എക്സ്പെരിമെന്റ് ആണ്. കേരളത്തിലും ഇതൊരു ഫെയിൽഡ് എക്സ്പെരിമെന്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു മുന്നണി സംവിധാനമായി നിലനിൽക്കുന്നില്ല. ഇത് BJP മാത്രമേ ഉള്ളൂ ഒരു ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത്. അല്ല, BJP തന്നെ ഒരു മുന്നണിയാണ്. അതെ, അത് തീർച്ചയായും ശരിയാണോ? BJP തന്നെ ഒരു മുന്നണിയാണ്. ചോദ്യം BJPയോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കരിമ്പൂച്ചകളുടെ അകമ്പടിയോടുകൂടി നിങ്ങൾ ഹെലികോപ്റ്റർ കൊടുത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിങ്ങൾ പ്രചരണ രംഗത്തിറക്കിയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ ഈ പ്രാവശ്യം നിങ്ങളോടൊപ്പം ഉണ്ടോ ഇല്ലയോ? ഇല്ലല്ലോ. നെഞ്ചിൽ തറക്കുന്ന ചോദ്യമായി. ഉണ്ടോ ഇല്ലയോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ സത്യം ഞാൻ പറയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരെ ഏറെ സഹായിച്ചത്, തെക്കൻ തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും ഇവരെ ഏറെ സഹായിച്ചത് BJPയുടെ സംഘടനാ മിഷനിലേക്ക് അപ്പുറത്ത് SNDPയുടെയും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെയും സ്വാധീനമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതില്ല. അതുകൊണ്ട് തന്നെ ഇവർ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി കാല് പിടിക്കുന്നത്? സഫീർ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ എവിടെയാ നിൽക്കുന്നത് അത് പറയട്ടെ. ഷഫീർ തിരിച്ച് സ്വന്തം മനസ്സാക്ഷിയാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയിട്ടില്ല. അത് ഇല്ലാതെന്ന് പറയില്ല. വെള്ളാപ്പള്ളി നടേശൻ ഹെലികോപ്റ്ററിൽ കരിമ്പൂച്ചകളുടെ അകമ്പടിയോടുകൂടി പറന്ന് നടന്ന് പ്രചരണം നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ വളരെ ബുദ്ധിപൂർവ്വം ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു BJP പച്ച തൊടില്ല. കോൺഗ്രസും ഒന്നുകൂടി പറഞ്ഞു. യോഗത്തിന്റെ നിന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതറിയോ? കോൺഗ്രസ് ജനങ്ങളുടെ നേതാക്കന്മാരുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ശശി തരൂരിന് ജനങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്? ആലപ്പുഴയിൽ ഞാൻ കാശിയിൽ പോകും പറഞ്ഞു മുട്ടയടിക്കാൻ. വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചത് UDF-നെയാണ്. വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചത് കോൺഗ്രസിനെയാണ്. വെള്ളാപ്പള്ളി BJP അല്ല വെല്ലുവിളിച്ചത്. വെള്ളാപ്പള്ളി SNDP. ചോദ്യത്തിന് ഇത്ര കരിമ്പൂച്ചകളുടെ അകമ്പടിയോടുകൂടി സാർ ഒരു കാര്യം പറഞ്ഞു, ശശി തരൂരിന് ജനങ്ങളുമായിട്ട് സ്വാധീനമില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. അത് എത്ര കഴിഞ്ഞ 10 വർഷം അങ്ങോട്ട് ജയിച്ചില്ലേ ഇവിടെ? ഞാനല്ലല്ലോ 10 വർഷം കൊണ്ട് ജയിച്ചില്ല. ആന്റണി രാജു സാർ നേരത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്
ശശി തരൂർ എവിടെ ഏതോ സ്റ്റേറ്റ് എവിടെ സ്ഥലത്ത് വെച്ച് പറഞ്ഞു 100 സീറ്റ് താഴെ കോൺഗ്രസിന് കിട്ടും. എവിടെയാണെന്ന് പറയുന്നത് സാർ? എവിടെയാണെന്ന് പറയുന്നത് സാർ? ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ്. എത്ര സീറ്റ് കിട്ടും? നിങ്ങൾ പറയുന്ന 250 സീറ്റ് 250 പുറത്ത് കിട്ടും. 250. ഒരു സെക്കൻഡ്, എത്ര സീറ്റ് കിട്ടും എന്ന് പറഞ്ഞേ? എന്താ പേര് സഹോദരന്റെ? ഒരു സെക്കൻഡ്. പ്രവീൺ. എന്റെ പൊന്നി, എന്നെ രാഹുൽ ഗാന്ധി പോലും അത് പറഞ്ഞിട്ടില്ല. ഇവിടെ ഷബീർ അത് പറയുന്നില്ല. സഹോദരന്റെ ഒരു സെക്കൻഡ് പോലും പറയുന്നു 150. ഒരു സെക്കൻഡ് സംസാരിച്ചോട്ടെ. എവിടുത്തുകാരനാണ്? തമ്പുരാമൊക്കെ. പിന്നെ കോൺഗ്രസിന്റെ ഏത് ഭാരവാഹിയാണ്? 250 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ടോ? അതായത് യുപിയിലെ SP BSP കൂട്ടാത്തത് കൊണ്ട് മത്സരിക്കുന്നുണ്ട്, അല്ല 250 മത്സരിക്കില്ല. എല്ലാം കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത്. 250 പറഞ്ഞ ആരൊക്കെ ചേർത്തിട്ടാണ്? എല്ലാം നമ്മുടെ കട ഇപ്പൊ ഉദ്ദേശിക്കുന്ന എല്ലാ ഘടകകക്ഷികളും ഒറ്റയ്ക്ക് എത്ര കിട്ടും? ഒറ്റയ്ക്കാണെങ്കിൽ ഒരു 150-170. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാവോ? തീർച്ചയായിട്ടും നമുക്കൊരു പന്തായം പിടിക്കണം സാർ. ഞാൻ ഇന്ന് സാറിനെ കാണുകയും ചെയ്യും. എന്നെ കാണുമോ? 150 എത്ര പന്തായം? അത് സാറിന് ഇഷ്ടം. നിങ്ങൾ വലിയ പൈസക്കാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചോദ്യത്തിന് മറുപടി എന്താണ്? ശിവകുട്ടി ഞാൻ പറഞ്ഞത് ശശി തരൂർ നിഷേധിച്ചാൽ ഞാൻ തെളിവ് ഹാജരാക്കാം. ഞാൻ തെളിവ് ഹാജരാക്കാം. തെളിവ് കൊണ്ടല്ലേ ചർച്ചയ്ക്ക് വരുന്നത്. അദ്ദേഹം ചോദിച്ച് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആന്റണി രാജുവിന്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നായ മീശ പിടിച്ചു കളയെന്ന് ചോദിച്ചു. പറ്റുമോ? ശശി തരൂർ നിഷേധിക്കട്ടെ, അപ്പൊ ഞാൻ പറയാം. നിഷേധിക്കട്ടെ. ശശി തരൂർ നിഷേധിച്ചാൽ നിഷേധിക്കട്ടെ. ശശി തരൂർ ഞാൻ ശിവകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം, ഒരു സെക്കൻഡ്. നമ്മുടെ സ്നേഹിതൻ ഷഫീർ, അതായത് ഷഫീർ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നില്ല, നമ്മൾ സമ്മതിച്ചു. പക്ഷെ എങ്കിൽ പോലും ഷഫീർ ഭാഗികമായിട്ട് മറുപടി പറയുന്നുണ്ട്. ശിവൻകുട്ടി ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. കരിമ്പൂച്ച കൊടുത്ത, ഹെലികോപ്റ്റർ കൊടുത്ത വെള്ളാപ്പള്ളി നടേശൻ എവിടെ? 2 BDJS എത്ര സീറ്റ്? 3 തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയോ ഇല്ലയോ? 4 BJPയിൽ ശ്രീധരൻപിള്ളിക്ക് സീറ്റ് കിട്ടുവോ ഇല്ലയോ? മറുപടി പറയൂ ശിവൻകുട്ടി. അല്ല BJPയുടെ റോജസിന് എന്ത് സന്തോഷമാണ്. BJPയുടെ 17-ാം തീയതി മാത്രമേ, 17-ഉം 18-ഉം മാത്രമാണ് നമ്മുടെ പാർലമെന്ററി ബോർഡ് തിങ്കളാഴ്ച പുറത്തു വരും. പാർലമെന്ററി ബോർഡ് കഴിഞ്ഞ ശേഷമാണ് ഔദ്യോഗികമായി ലിസ്റ്റ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, BDJSുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായും തുഷാറിനോട് മത്സരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അമിത്ഷാ. തുഷാറിനോട് മത്സരിക്കുമോ? തുഷാർ മത്സരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ. തുഷാർ മത്സരിക്കും. കാരണം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം SNDPയുടെ ഭാരവാഹിത്വം ഒഴിയേണ്ടി വരും എന്ന് SNDPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ തുഷാറിന് വ്യക്തമായി പറയാൻ സാധിക്കൂ. BDJS എടുത്ത തീരുമാനം തുഷാർ മത്സരിക്കണമെന്ന്, BDJS എടുത്ത തീരുമാനം തുഷാർ മത്സരിക്കണമെന്ന്. എന്നാൽ മാത്രമേ മറ്റ് സ്ഥാനാർത്ഥികൾ സജീവമായി അവരെല്ലാവരും 4-5 സീറ്റ് അവർക്ക് ധാരണയായി കഴിഞ്ഞു. 5 സീറ്റുകളും കേരളത്തിൽ ധാരണയായി കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് തൃശ്ശൂരിൽ തുഷാർ മത്സരിക്കണം എന്നുള്ള നിലയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചിടത്തോളം 2-3 ദിവസം കൊണ്ട് BJPയുടെയും NDAയുടെയും പിക്ചർ വളരെ ക്ലിയറാണ്. മറ്റൊന്ന്, NDAയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ 15% വോട്ട് നേടിയ മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. ആ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ അതിശക്തമായി മുന്നോട്ട് പോകുന്നതിനുള്ള അങ്ങേയറ്റ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ LDFും UDFിനോടൊപ്പം തന്നെ നിൽക്കാവുന്ന മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ വന്നു കഴിഞ്ഞു. ഇനി കേരളത്തെ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇത് NDA നിങ്ങൾക്കെതിരെ കേരളത്തിൽ NDA എത്ര പൊതുവിഷയങ്ങളിൽ NDA ആയിട്ട് നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്. NDA എന്നുള്ള എല്ലാ കാര്യങ്ങളിൽ ഇടപെട്ടു, എന്തെല്ലാം കാര്യങ്ങളിൽ പ്രയോജനമുണ്ടായി, NDA എന്ന സംവിധാനം നിലവിൽ വന്നിട്ട് നേടിയ പ്രക്ഷോഭങ്ങൾ എന്ത് നടത്തി? അല്ല അതിനകത്ത് ഈ LDF UDF എന്ന നിലയ്ക്ക് NDA ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല.
ആ ഭാഗത്തിനോട് നിലവാരത്തിലേക്ക് താഴ്ന്നിട്ടില്ല. അല്ല LDF UDF അല്ല ഞാൻ പറയാം LDF അല്ല ഞാൻ പറയട്ടെ രാജു കേട്ടോ ആ നിലവാരത്തിലേക്ക് ഞാൻ പറഞ്ഞോട്ടെ എന്റെ പോയിന്റ് പൂർത്തിയാക്കാം. LDF UDF എന്ന് പറയുന്ന കേരളത്തിലെ രണ്ട് മുന്നണി ആ രണ്ട് മുന്നണിയുടെ ഘടനയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ശിവൻകുട്ടി പലപ്പോഴും സത്യം പറഞ്ഞ ഒരാളാണ്. ഷോയിൽ വരുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് അല്ല NDA ആ നിലയ്ക്ക് എത്തിയിട്ടില്ല. പക്ഷേ NDA ആ നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അങ്ങേയറ്റ പരിശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ BJPയെ സംബന്ധിച്ചിടത്തോളം BJP എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ എല്ലാ ജനകീയ വിഷയങ്ങളും BJP ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെക്കാളും കോൺഗ്രസിനേക്കാളും മുന്നിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ്. ഇനി അടുത്ത് ഞാൻ ഒരു NDA എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യയിൽ ഒരു മുന്നണി ഉണ്ടെങ്കിൽ അത് NDA ആണ്, UPA അല്ല. അതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. UP അല്ല. ഞാൻ പറഞ്ഞോട്ടെ NDA ആണ് ഈ UP എന്ന് പറയുന്നത്. ഞാൻ കരിമ്പൂച്ച പറയാം. UPA നിങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ UPA എന്നെ പറയാൻ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം തന്നു. പക്ഷേ എനിക്ക് മറ്റേ സാമ്യം കരിമ്പൂച്ച പറ. ഞാൻ പറയാം എത്ര നേരമായി കരിമ്പൂച്ച എന്തെങ്കിലും പറയും. ഞാൻ ചോട്ടെ കരിമ്പൂച്ച വെള്ളാപ്പള്ളിയോട് വന്നതിന്റെ ഷഫീർ ഇത്ര ഞാൻ ഈ ഷോയിൽ പറയുന്നു, നിങ്ങൾ ഇതാ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കോളൂ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ BJPയെയും NDA മുന്നണിയെയും പിന്തുണയ്ക്കുന്ന സമയം ഉടനെ ഉണ്ടാകുമെന്ന് പ്രചരണത്തിന് ഇറങ്ങുമോ? എനിക്ക് ശിവൻകുട്ടിയോട് ഒരു ചോദ്യം. അതായത് ശിവൻകുട്ടി, ഞാൻ ഈ ഷോയിൽ എല്ലാവർക്കും സമയം തരുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു പക്ഷപാതം കാണിക്കില്ല. ഞാനൊരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ PJ ജോസഫ് സാറ് സൈഡ് ചെരിഞ്ഞിരി കിടക്കുകയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ ഇതിൽ എവിടെ പ്രശ്നമുണ്ടെങ്കിലും അവിടെ വട്ടവിട്ട് പറക്കുന്ന ഒരു ആളാണ് ശിവൻകുട്ടി. ഞാൻ ഉദ്ദേശിക്കുന്ന BJP. എന്തുകൊണ്ട് അവിടെ വട്ടവിട്ട് പറക്കുന്നില്ല? അതെയോ പറക്കുന്നുണ്ടോ? എവിടെ വട്ടവിട്ട്? കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുകളിൽ വെച്ചാൽ PC തോമസ് ഞങ്ങളോടൊപ്പം. PC തോമസ് കേരളത്തിലെ ഒരു പ്രബലമായ കേരള കോൺഗ്രസ് പൊളിറ്റിക്സിലെ നിർണായകമായ സ്ഥാനം വഹിച്ച് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. PC തോമസ് ഞങ്ങളോടൊപ്പമാണ്. NDA എന്ന് പറയുന്ന ഘടകകക്ഷിയിൽ BDJSന് മുമ്പേ തുടക്കം മുതൽ ഉള്ളത് PJ ജോസഫ് സാർ. അല്ല PJ ജോസഫ് സാറിന്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല് ഞാനത് കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് നമ്മുടെ R ബാലകൃഷ്ണപിള്ള ഒരു വലിയൊരു പ്രസംഗം നടത്തി. ഞാൻ ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഇവിടെ പറയുന്നില്ല. അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കും. അതിനൊരു മറുപടി, എല്ലാത്തിന്റെയും മറുപടി അതിനകത്തുണ്ട്. എന്താണ് അതിനകത്തുണ്ട്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി PJ ജോസഫ് സാറിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം. PC തോമസ് എന്നുള്ള ശിവൻകുട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ കോട്ടയത്ത് മത്സരിക്കുന്നു. PJ ജോസഫ് ശ്രീ KM മാണിയോടുള്ള പക വീട്ടാൻ വേണ്ടി കുറെ വോട്ടുകൾ PC തോമസിനോ അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിക്കോ മറിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശ്രീ KM മാണിയുടെ കൂടെയുള്ള ആൾക്കാർ ഉത്തമമായി വിശ്വസിക്കുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല. അത് വേറെ സാങ്കല്പിക, അത് ചിലരുടെ വ്യാമോഹം മാത്രമാണ്. ആരുടെ വ്യാമോഹമാണ്? ചില പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചിലരുടെ വ്യാമോഹം മാത്രമാണ്. അല്ലല്ല, ഞാൻ പറയുന്നത് സാർ, ഞാൻ പറയട്ടെ. അതായത് PJ ജോസഫ് സാർ കഴിഞ്ഞ ദിവസവും അസന്നിഗ്ധമായിട്ട് പറഞ്ഞ് കേരളത്തിലെ 20 സീറ്റുകളിലും ഐക്യ കോട്ടയം ഉൾപ്പെടെയുള്ള കോട്ടയം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൂടി. അവിടെയുള്ള ഒരു നിയോജകമണ്ഡലം പ്രസിഡന്റ് PJ ജോസഫ് സാറിന്റെ മരുമകനാണ്, വൈക്കം. പിന്നെ അയാള് ഇന്നലെ പങ്കെടുത്തില്ല. അതിനേക്കാൾ പ്രധാനം ആ മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ MLA ആണ് നമ്മുടെ മോൻസ് ജോസഫ്. അദ്ദേഹവും പങ്കെടുത്തില്ല. നിങ്ങളുടെ ജോസഫ് വിഭാഗത്തിന്റെ ആളുകൾ ആരും പങ്കെടുത്തിട്ടില്ല. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താണ്? വളരെ ക്ലിയർ അല്ലേ? അത് ഞാൻ ഒരിക്കലും കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു കോട്ടയത്ത് തോമസ് ചാഴികാടൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. എന്തുകൊണ്ട് ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ളൊരു വാക്ക് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് മോൻസ് ജോസഫ് അത് പറഞ്ഞത്. മോൻസ് ജോസഫ് പറയേണ്ട കാര്യമില്ല. കോട്ടയത്ത് തോമസ് ചാഴികാടൻ തന്നെയാണെന്ന് സ്ഥാനാർത്ഥി. ഞങ്ങളുടെ MLA കടുത്തുരുത്തി, ഞങ്ങളുടെ പാർട്ടിയുടെ MLA. ഇപ്പോൾ എന്റെ പൊന്ന് ഇക്ബാലെ, ആ മോഹവലയത്തിൽ മോൻസ് കുടുങ്ങി. അതായത് ഷഫീർ വെച്ച
മോഹത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. പക്ഷെ ഇവര് ഒരു സെക്കൻഡ് ഇവര് ഇവിടുന്ന് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം, അത് ഷഫീറിന് അറിയാം. ഒരു സെക്കൻഡ്, രാഹുൽ ഗാന്ധി ഇത് എപ്പോഴാണ് സംഭവിച്ചത് അറിയാം? ഒരു വിമാനത്തിന്റെ പോക്ക്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് കേരള രാഷ്ട്രീയം സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് നിങ്ങളെപ്പോലെ ഞാനും. അതായത് രാഹുൽ ഗാന്ധിന്റെ കൂടെ ആ വിമാനത്തില് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി യാത്ര തിരിച്ചപ്പോൾ പി.ജെ. ജോസഫിന്റെ വിമാനത്തിന് താഴേക്ക് ഇട്ടു. ആ വിമാനയാത്രയിൽ സംഭവിച്ചു പോയതാണത്. അതിന് മുമ്പാണ് മോൻസത് പറഞ്ഞിരിക്കുന്നത്. ശ്രീ ശരിയല്ലേ അല്ലേ? ആ വിമാനയാത്രയിലാണ് യഥാർത്ഥത്തിൽ പി.ജെ. ജോസഫിനെ കശാപ്പ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചത്. ഷഫീർ തീരുമാനിച്ചാണ്. അതിൽ ഇക്ബാൽ ആഹ്ലാദിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ പി.ജെ. ജോസഫിന് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ആദ്യം കലാപത്തിന്റെ കൊടി പിടിക്കാൻ ഷഫീറാണ്. അതായത് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും ചെറുപ്പക്കാരും അലഞ്ഞു കിടക്കുമ്പോൾ ഒരു സീറ്റ് രാജ്യസഭാ സീറ്റ് ഞങ്ങളുടെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ് പി. ജോസഫ് സാർ. ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ പാർട്ടി, അതുപോലെ മോൻസ് ജോസഫ് ഞങ്ങളുടെ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയും കടുത്തുരുത്തി എം എൽ എ. അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ തോമസ് ചാഴികാട് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യസഭാ സീറ്റിന് അധികാരമുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് പണ്ട് ഒരുമിച്ച് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ആന്റണി രാജു അവർക്കൊക്കെ അറിയാം, പണ്ട് 1984 3 സീറ്റ് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. അന്നൊരു കാര്യമുണ്ട്, മുണ്ടയ്ക്കൽ ബേബിച്ചായനും സ്കറിയ തോമസും ഒക്കെ മത്സരിച്ച കാലഘട്ടം 3 കേരള കോൺഗ്രസിന് ഞാൻ പറയാം, കോട്ടയം 3 സീറ്റുകൾ കേരള കോൺഗ്രസ് ഐക്യ ജനാധിപത്യം. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ. കഴിഞ്ഞ 9 MLA-മാരുണ്ടായിരുന്നപ്പോ നിങ്ങൾ എന്തേ 2 സീറ്റ് ചോദിക്കാത്തത്? നിങ്ങൾ 6 MLA-മാരുള്ളപ്പോ എന്ത് അടിസ്ഥാനത്തിൽ 2 സീറ്റ് ചോദിക്കാത്തത്? 2 ചോദിച്ചെങ്ങനെയുണ്ടല്ലോ കിട്ടും. ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയാവും, അതുകൊണ്ടാ ചോദിക്കാത്തത്. അല്ല, അന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ അന്നും ചോദിച്ചില്ല. അന്ന് ബഹുമാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? അന്ന് ചോദിക്കാതിരുന്നപ്പോ ഞാൻ സ്റ്റേറ്റ്മെന്റ് നടത്തി, ഫ്രാൻസിസ് ജോർജിനെ നിർത്തി ജയിക്കാനുള്ള ഭൂരിപക്ഷം ഉറപ്പാക്കിക്കൊണ്ട് സൗഹൃദ മത്സരത്തിന് തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അതിനെതിരെ മാണി സാറും ജോസഫ് സാർ അന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയവരാണ്. ഒരു സീറ്റ് മതിയെന്ന് പറയുന്നവരാ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ പാർട്ടിയില് ഒരു സെക്കൻഡ്, അന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ആയിപ്പോയനെ. അന്ന് മാണിയുടെ കൂടെ ഫ്രാൻസിസ് ജോർജിനെ വെട്ടാൻ വേണ്ടി കൂടിയാളാണ് ശ്രീ പി.ജെ. ജോസഫ്. അന്നും മാണി സാർ പി. ജോസഫ് സാർ ഒരുമിച്ച് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ പി. ജോസഫ് സാർ ഞങ്ങളുടെ വർക്കിംഗ് ചെയർമാൻ. അതിനകത്ത് മറ്റു പാർട്ടികൾ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി. ജോസഫ് സാർ ഞങ്ങളുടെ വർക്കിംഗ് ചെയർമാൻ. അതെ, ഒരു കാര്യം ഞങ്ങളെക്കാട്ടി ആവേശം ഒരു കാര്യമുണ്ട് മറ്റു പാർട്ടികൾക്ക് പി. ജോസഫ് സാറിനെ കുറിച്ച്. ഷബീർ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഷബീർ ഐക്യ ജനാധിപത്യത്തിന് 20 സീറ്റ് ജയിപ്പിക്കേണ്ട ആള്. ഷബീറിന്റെ കടമയാ. മാണി സാറിനെ പോലെ 50 വർഷം പാർലമെന്റ് കേരള നിയമസഭയിലെ ഏറ്റവും പരിണതപ്രജ്ഞനായ നേതാവായിരുന്നു മാണി സാറ്. മാണി സാറിന്റെ കേരളത്തിൽ മാണി സാർ യു.ഡി.എഫിന് വേണ്ടി തന്നെ പ്രവർത്തിക്കും. പ്രവർത്തിക്കാൻ തുടങ്ങിയ ഷബീറിന്റെ ജില്ലാ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഉൾപ്പെടെ പ്രവർത്തിക്കാൻ അവർ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. 20 സീറ്റുകളിൽ ഞങ്ങൾ പ്രവർത്തിക്കും. ഞാനിപ്പോ കോട്ടയത്ത് നേരെ വടകരയിലോട്ട് പോയി. ഞാൻ പേരാമ്പ്ര 2 പ്രാവശ്യം മത്സരിച്ച ഞാൻ വടകരയിലോട്ട്. എനിക്കൊരു ചോദ്യം, അതായത് ഇക്കുറി 2 സീറ്റ് കേരള കോൺഗ്രസിന് കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി കേരള കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചോ ഇല്ലയോ? പാർട്ടി ചെയർമാനും വൈസ് ചെയർമാനും താല്പര്യമെടുത്തിട്ടില്ല. ആത്മാർത്ഥമായി ശ്രമിച്ചില്ല. അതായത് ഇതിനകത്ത് നമ്മൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന് കാരണം വെച്ചാൽ സ്വന്തം വീട്ടിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല, സ്വന്തം കുടുംബത്തിന് നീതി കിട്ടില്ല, പിന്നെ അങ്ങനെ അയൽവക്കത്ത് നിന്ന് കിട്ടും. എന്നിട്ട് നീതി കിട്ടാത്തടത്ത് ബി ജെ പി തുടരുന്നില്ല. നീതി എന്ന് പറയുന്നത് അളന്ന് നോക്കി കൊടുക്കുന്ന കാര്യമല്ല, അത് പിന്നീട് റോജസിനെ പോലുള്ളവരെ വഴിയാധാരമായി രാജിവെച്ച് ഞാനൊന്നും വഴിയാധാരമായിട്ടില്ല. പിന്നെ രാജിവെച്ചില്ലേ? പൊളിറ്റിക്സിനകത്ത് വഴിയാധാരം രാജിവെച്ചില്ലേ?
ഞാൻ കേരള കോൺഗ്രസ് എനിക്ക് താല്പര്യമില്ല. ജോസഫ് സാറിന് സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ നിങ്ങളെപ്പോഴുള്ളവർ രാജിവെക്കുന്നു. സാർ ഇപ്പോഴും തുടരുകയല്ലേ? കോട്ടയത്ത് കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. രാജിവെച്ചിട്ടില്ലല്ലോ. സാറ് ഞാൻ പറയാം, സാർ ആ പാർട്ടിയിൽ തന്നെ തുടരും, സാറ് സറണ്ടർ ചെയ്യും, സാറ് UDF തന്നെ തുടരാനായിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, PJ ജോസഫ് സാറിനെ PJ ജോസഫ് സാറാക്കി അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം കേരള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം പണയപ്പെടുത്താൻ പോവാണ്. അത് പണയപ്പെടുത്തിയാൽ PJ ജോസഫ് അല്ലാതെ. കേന്ദ്രത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഘടകകക്ഷികളും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നാൽ അത് നമുക്ക് പിടിച്ചെടുക്കാം. അല്ലെങ്കിൽ വീണ്ടും അവിടെ മോദിയെ നിങ്ങൾ തന്നെ കൊണ്ടിരുത്തും, കോൺഗ്രസ്സുകാരെയും ഘടകകക്ഷികളും കൂടെ കൊണ്ട് തന്നെ ഇരുത്തും. അർദ്ധരാത്രി പല പ്രഖ്യാപനങ്ങളും വരികയും ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭരണം പിടിച്ചെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൽ ഭയങ്കര ഭിന്നിപ്പുണ്ട്. എപ്പോഴും പിന്നെ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭിന്നിപ്പാണ്. കാരണം കുറെ മുതിർന്നവർ എന്തിനാ കൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരെ കൊണ്ടുവരൂ, ചെറുപ്പക്കാരെ തെരഞ്ഞെടുപ്പിലോട്ട് കൊണ്ടുവരൂ. അല്ല, ഇപ്പൊ കേരള കോൺഗ്രസുമായിട്ടുള്ള ഇടപാടിൽ എന്താ സംഭവിച്ചത്? കേരള കോൺഗ്രസ് അത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ സാറേ, എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇലക്ഷൻ വരുമ്പോൾ ഇവർ പിളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടമാണ്. വളർത്താൻ പോയത് നിങ്ങളാണ്. അല്ല, അതല്ലേ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, PJ ജോസഫ് സാർ ചുമ്മാ ഇരുന്ന ആളല്ലേ? അദ്ദേഹത്തിന് എന്തിനാ ഈ മോഹങ്ങൾ കൊടുത്ത് പിളർത്തി ഘടകകക്ഷിയാക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മോഹിപ്പിച്ചത് കോൺഗ്രസ് ആണ്. അതൊരു വസ്തുതയാണ്, നമ്മൾ അംഗീകരിക്കാൻ പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, PJ ജോസഫ് സാർ ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കോ? യഥാർത്ഥത്തിൽ ഈ സീറ്റ് ഞാൻ പറയാം, സായിവേ ആനന്ദ് പറഞ്ഞ കേട്ടോ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചെഴുന്നേപ്പി നിങ്ങൾക്ക് ലോകസഭയിലേക്ക് വിട്ടേക്കാം, സ്കൂൾ ബാഗും വെച്ചിട്ട് പോകുന്ന സ്ഥലമാണ്. ശരിയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് സ്വയം സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് സ്വയം അവകാശനായി മാറിയിരിക്കുകയാണ് PJ ജോസഫ്. രണ്ടാമതൊരു കാര്യം, എന്റെ അടുത്തിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, 10 കൊല്ലത്ത് നല്ലൊരു MLA ആയിരുന്നു തിരുവനന്തപുരത്ത്, MP ആയിരുന്നു ശശി തരൂരെന്ന്. 10 കൊല്ലം കൊണ്ട് MP ഫണ്ട് കൊണ്ട് ഹൈമാസലായിട്ട് ഉണ്ടാക്കിയതല്ലാതെ ഇവിടെ ഒരു പദ്ധതി കൊണ്ടുവരികയോ ഒരു പ്രോഗ്രാം കൊണ്ടുവരികയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. അമ്പേ പരാജയമായിരുന്ന ഒരു MP ആയിരുന്നു. പിഞ്ഞമ്പോട്ട് ശശി തരൂരിന്റെ ആ ഒരു ബന്ധമില്ല, നിങ്ങൾ സ്വയം അവകാശം പടിയാണ്. എങ്ങനെയാ കൊണ്ടുവന്നത് ശശി അങ്ങനെ അമ്പേ പരാജയമായിരുന്ന ഒരു MP ആയിരുന്നു. ഈ വൈകിയ വേളയിലും ബാഴ്സലോണ കൊണ്ടുവന്ന ആളാണ് ശശി തരൂർ. ബാഴ്സലോണ കൊണ്ടുവന്ന ആളാ പുള്ളി. മിസ്റ്റർ ആന്റണി രാജു, ബാഴ്സലോണ നഗരം കൊണ്ടുവരാൻ അനുവദിക്കാത്ത അന്നത്തെ മേയർ ചന്ദ്രികയാണ്. എന്താ ഈ പറയുന്നത്? അല്ല, ഞാൻ മേയറോട് ചോദിച്ചിട്ടാണോ ബാഴ്സലോണ കൊണ്ടുവരാന്ന് പറഞ്ഞത്? അല്ല, മേയറോട് ചോദിച്ചിട്ടാണോ ബാഴ്സലോണ കൊണ്ടുവരാൻ പറഞ്ഞത്? നഗരസഭയുടെ പരമാധികാരി എന്ന് പറയുന്ന അവിടുത്തെ മേയറല്ലേ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാത്ത? ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാത്ത? പാർലമെന്റിൽ ഡോക്ടർ ശശി തരൂർ ഒരു ബില്ല് കൊണ്ടുവന്നു. മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഇവിടെ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനിക്കും. ഹൈക്കോടതി ബെഞ്ച് ഇവിടെ ശശി തരൂർ എന്ന് കേട്ടാൽ അന്തപുരി നിവാസികൾ, ഈ ജില്ലയിലെ മലയാളികൾ നിങ്ങൾ നോക്കിക്കോ, 1.5 ലക്ഷം വോട്ടിന് ഡോക്ടർ ശശി തരൂർ. ഒരു ചോദ്യം, ഓഖി ദുരന്തം വന്നപ്പോ ശശി തരൂർ എവിടെയായിരുന്നു? ശശി തരൂർ ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ മേഖലയെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതിനോട് ചോദിച്ചെന്തിനാ ശശി തരൂർ എന്തായി പറയണത്? നമ്മളെല്ലാം കണ്ടതല്ലേ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിക്ക് കൊടുക്കുന്നതിനെതിരെ പാർലമെന്റിലും പുറത്തും ഇപ്പോഴും ശശി ഷഫീറിന്റെ ഈ പറഞ്ഞ ഞാനിപ്പോ ജോസ് കമാനോട് ആ കാര്യം പറഞ്ഞ പോലെ ഷഫീറിനെ കുറിച്ച് ഞാൻ രാഹുൽ ഗാന്ധിയോട് പറയുന്നതാണ്. അത്ര നല്ല ആവേശമുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷേ പാർലമെന്റൊന്നും അവിടെ ഇല്ല. ഇങ്ങനെ തള്ളരുത്. തള്ളിക്കഴിഞ്ഞാല് ഉൾപ്പെടെ നമ്മുടെ ചർച്ച
കേരളത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന വളരെ സവിശേഷതയുള്ള മുന്നണി രാഷ്ട്രീയത്തിന്റെ ഉൾപ്പിരിവുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞ ഇത് കലങ്ങി തെളിയാൻ പോവാണ്. ഇപ്പൊ ഷഫീറിനെ പോലുള്ള ചെറുപ്പക്കാരുടെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ തരത്തിലുള്ള ആവേശവും ഉണ്ട്. ഇപ്പം ഉസൈൻ ബോൾട്ട് എന്നിട്ട് 150 എത്തി നിൽക്കുന്നുള്ളൂ. കോൺഗ്രസ് തന്നെ പറയുന്നു ഞങ്ങൾക്ക് 100 സീറ്റ്. ബിജെപി കോൺഗ്രസിന്റെ സീറ്റ് ഉണ്ടെന്ന് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ. 543 ഷഫീർ പോലും പറയുന്നു. ഷഫീർ പോലും പറയുന്നുള്ളൂ 150 കാര്യം ഞാൻ ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. ഞങ്ങൾക്ക് 219 സീറ്റ് ഉണ്ടായിരുന്നു 2009. ഒരു മിനിറ്റ്. പക്ഷെ ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ആന്ധ്രാപ്രദേശിൽ കേടുപറ്റി. അപ്പൊ ഞങ്ങൾക്ക് പറയട്ടെ, 219 സീറ്റ് ഉണ്ടായിരുന്നു 2002 UPA ഗവൺമെന്റ് കാലത്ത്. അന്ന് UP-യിൽ പോലും 21 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നിങ്ങൾ എഴുതി വെച്ചോളൂ സാർ, UP-യിൽ അതിനോട് അടുപ്പിച്ച സീറ്റ് ഒറ്റക്കെട്ടായി. ഒരു സെക്കൻഡ് ഞാൻ ഷഫീറിനോട് ഒരു കാര്യം പറയട്ടെ. ഷഫീറിന്റെ അത്രയും വിവരമില്ലെങ്കിലും കുറച്ച് വിവരമൊക്കെ നമുക്കുണ്ടെന്ന് ഒരു മിനിറ്റ്. അങ്ങനെയല്ല, ആന്ധ്രാപ്രദേശിലെയും പിന്നെ ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾക്ക് 35 സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പൊ ഒരു കോൺഫിഡന്റ് കൊടുക്കുന്നില്ല. എത്ര കിട്ടും? യാഥാർത്ഥ്യബോധത്തോടുകൂടി പറയുന്നത് ആന്ധ്രയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അല്ല, ഞങ്ങൾക്ക് അവിടെ എണ്ണം പറയാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. അടുത്ത രണ്ടാമത്തെ പറ്റ് UP-യിൽ 15+. UP-യിൽ 15+. UP-യിൽ സാർ 15+ ഉണ്ടാകും. ഇതിനേക്കാൾ മോശം സ്ഥിതി വെക്കുന്നില്ല. കേട്ടല്ലോ, സാക്ഷികളാണ്. 15+ ഉണ്ടാവും. ഒറ്റ സെക്കൻഡ്, ഞാൻ എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ. 1000 മാറ്റി വെച്ചാൽ ഷബീർ തിരിച്ചു പോകാൻ വീട്ടിൽ കയറ്റാൻ സാധ്യതയില്ല. എല്ലാ ദിവസവും പന്തയം വെച്ച് അവസാനം കുടുംബം മുടിയും. അതായത് കേരള കോൺഗ്രസ് രാഷ്ട്രീയ ഇപ്പൊ ഷബീറിനോട് പറഞ്ഞു, രഹസ്യം പറഞ്ഞു, 10 കൂടുതൽ കിട്ടും. ഈ മൈക്കിൽ കൂടെ കിട്ടിയിട്ടുണ്ട് 10. ഒന്നാമത്തെ കാര്യം പന്തയം 15ന്റെ മുകളിലാണ്. എനിക്കൊരു ചോദ്യം, അതായത് ഈ പറഞ്ഞ വ്രണത ഹൃദയനായിട്ടാണ് ശ്രീ PJ ജോസഫ് ഇരിക്കുന്നത്. അത് വാസ്തവമാണ്. ഒന്ന കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ വലം കൈയൊക്കെ ആയിരുന്ന പല ആൾക്കാരും അദ്ദേഹത്തിൽ നിന്ന് മാറുകയാണ്. ഇപ്പൊ റോജർ സെബാസ്റ്റ്യൻ ഇവിടെ ഈ ഷോയിൽ പങ്കെടുക്കുന്ന ആൾ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുള്ളി മാറി. അപ്പോൾ ഇനി ശ്രീ PJ ജോസഫിന് എന്താണ് വഴി, മുമ്പോട്ടുള്ള വഴി എന്താണ്? താങ്കളൊരു സെഫോളജിസ്റ്റ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് താങ്കളുടെ മനസ്സിൽ കാണുന്നൊരു വഴി എന്താണ്? അദ്ദേഹത്തിന് വ്രണത ഹൃദയനായിട്ട് മാണി സാറിനെ കൊണ്ട് നിൽക്കാൻ പറ്റുമോ? നിന്നാൽ തന്നെയും അദ്ദേഹത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ പറ്റുമോ? അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്നത് കേരള കോൺഗ്രസ് ചാഴിക്കാടന്റെ വിജയത്തിന് വേണ്ടി ആയിരിക്കുമോ? അതെയോ വോട്ട് മറിച്ച് മാണി ഒരു പാഠം പഠിപ്പിക്കുമോ? രണ്ടാമത്തെ കാര്യം, അവിടെ ചാഴിക്കാടൻ തോറ്റാൽ മാണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ആന്റണി രാജുവിനെ പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് താങ്കൾ കാണുന്നത്? എന്തായാലും ശരി, ഇത് UDF-നെ വളരെ ദോഷകരമായി, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലും അതുപോലെ ഇടുക്കി മണ്ഡലങ്ങളിലും UDF-ന്റെ വിജയസാധ്യതയെയും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ശ്രീ NJ നായർ, ഇതൊരു വലിയൊരു ഗാമ്പിളാണ് പിന്നെ കോൺഗ്രസ് കളിച്ചത്. ആ ഗാമ്പിളിൽ ഒരു പക്ഷേ പിഴവ് പറ്റിയപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്, ഒരു 3-4 സീറ്റിൽ ഇത് പ്രതികൂലമായി ബാധിക്കാൻ പോവാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എന്തിനേറെ എറണാകുളം പോലുമുള്ള ചാലക്കുടി 4-5 മണ്ഡലങ്ങളിൽ ഈ കോൺഗ്രസിന്റെ ഈ ഗാമ്പിള് ഒരുപക്ഷെ UDF-നെ പ്രതികൂലം ബാധിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഷഫീറിനെ പോലുള്ള ആൾക്കാർ ഇവിടെ കാണിക്കുന്ന വീറും വാശിയും
തങ്ങളുടെ നേതാക്കന്മാരെ വിചാരണ ചെയ്യാൻ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് എത്രയോ നന്നാകുമായിരുന്നു. എന്താണ് ശ്രീ എൻ നായർ? ഇതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ ആന്റണി രാജു പറഞ്ഞതാണ്. അത് കുറച്ചുകൂടെ എനിക്ക് വളരെ സീരിയസ് ആയി ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം. കാരണം ഈ UDF സംവിധാനം ഇലക്ഷന് മുമ്പ് ഡീസ്റ്റെബിലൈസ്ഡ് ആകുമോ, ദുർബലപ്പെടുമോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസം എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ് പറഞ്ഞത്. ശ്രീ ആന്റണി രാജു നല്ലൊരു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കാലുമാറ്റ നിരോധന നിയമത്തിന് മുമ്പിലുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതായത് ശ്രീ PJ ജോസഫ് ആഗ്രഹിക്കുന്നതും കോൺഗ്രസ് നേതാക്കൾ വാക്കുകൊടുത്തതുമായിട്ടുള്ള ഒരു ഘടകം ഷഫീർ സമ്മതിക്കണമെന്നില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് ഞങ്ങൾ എന്ത് വാക്കുകൊടുത്തെന്നാണ്. അപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ PJ ജോസഫിനെ പഴയ പോലെ ജോസഫ് ഗ്രൂപ്പ് റിവൈവ് ചെയ്തിട്ട് UDF തുടരാൻ പറ്റുമോ? കാലുമാറ്റ നിരോധന നിയമം എന്നുള്ളൊരു നിയമവും ഇല്ലേ? ശ്രീ KM മാണി നിശബ്ദനായി ഇരിക്കാൻ പറ്റുമോ? ശ്രീ KM മാണിയുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമല്ലേ അത്? തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്. PJ ജോസഫ് സാറ് ഇപ്പം നമ്മൾ ഈ സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കുന്ന ഈ സമയം ഈ അറ്റ് ദ ടൈം ഈ ടൈമിൽ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ വർക്കിംഗ് ചെയർമാനാണ്. ഞാൻ പറയാം അല്ല എനിക്ക് ഇത് കേട്ടോ, ഞാൻ മറ്റുള്ള പാർട്ടികളുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ. മറ്റുള്ള ഐക്യ ജനാധിപത്യം 20 സീറ്റിൽ ജയിക്കേണ്ടത് ആവശ്യമാണ്. കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരേണ്ട, മതേതര സർക്കാർ വരേണ്ട, അധികാരത്തിൽ വരേണ്ട ഏറ്റവും വലിയ അനിവാര്യ കാര്യം. ഞാൻ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം PJ ജോസഫ് സാറിന്റെ കാര്യത്തിൽ ഇപ്പം പറയാനുള്ള അർഹത എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ ഇരിക്കുന്ന ഫോർത്ത് വേറെ ആർക്കും ഇല്ല. റോജസ് രാജിവെച്ചാണെങ്കിലും ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നു. കാര്യം റോജസ് ഇല്ല. അപ്പൊ PJ ജോസഫ് സാർ ഞങ്ങളുടെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ്. അദ്ദേഹം ഇപ്പം തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് KM മാണി സാറുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് മുന്നണിയുടെ ഞാൻ പറഞ്ഞ് ഫില്ല് ചെയ്തോട്ടെ. പ്ലീസ് ഞാൻ പറഞ്ഞ് ഫില്ല് ചെയ്തോട്ടെ. അപ്പം അതുകൊണ്ട് 20 സീറ്റുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കാൻ പോകുന്നു. അതിന്റെ അകത്ത് ഒരു കാര്യമുണ്ട്, ഒരു സീറ്റിന്റെ കാര്യം വന്ന് തർക്കിച്ചിനി കോട്ടയം സീറ്റോ ഇപ്പൊ പറഞ്ഞ 4-5 സീറ്റോ ഒന്നും ഇതിൽ ബാധിക്കാനൊന്നും പോകുന്നില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കോൺഗ്രസ് അധികാരത്തിലുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ കോൺഗ്രസിന്റെ അകത്ത് 2 ഗ്രൂപ്പ് ഉണ്ടെന്നോ അല്ല 4 ഗ്രൂപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ന ആളെന്നോ പറയേണ്ട ഒരു പറയത്തില്ല. എന്നെ പറയാൻ കിട്ടുന്നില്ല, അതിന് എന്നെ പറയാനും കിട്ടത്തില്ല. അതായത് നിങ്ങളുടെ കോൺഗ്രസിനെ പോലെ 3-4 ഗ്രൂപ്പുള്ള ഗ്രൂപ്പാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു എന്നാണ്. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ പാർട്ടിയുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയാ, അങ്ങനെ ജോസ് കെ മാണിയോ മറ്റാരോ ഒരു കാര്യമുണ്ട്, വ്യക്തിപരമായിട്ടൊരു കാര്യം ഒരിക്കലും പറയാൻ പാടില്ല. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് പറയാം. കേരള ഇപ്പൊ നേരത്തെ നിങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ് ജോസ് കെ മാണി. അത് പ്രവർത്തകരുടെ ഒക്കെ വികാരമാണ്. ജോസ് കെ മാണി ഒരു പാർട്ടിയുടെ വൈസ് ചെയർമാൻ ആയതും 2 പ്രാവശ്യം MP ആയതുകൊണ്ട് അദ്ദേഹം നാളെ ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് ചെയർമാൻ വരുവാനായിട്ട് അദ്ദേഹമാണ് അടുത്ത ഈ ജോസ് കെ മാണി രാഷ്ട്രീയ ഭാവിയൊന്നുമില്ല കേരള കോൺഗ്രസിനൊന്നും. ഈ കേരള കോൺഗ്രസ് അതായത് ഇപ്പം പ്രതിദാനം ചെയ്യുന്ന ജോസ് കെ മാണി പ്രതിദാനം ചെയ്യുന്ന കേരള കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ ഭാവി ഞാൻ കാണുന്നില്ല. ഈ നിലയിലാണ് പോകുന്നത്. ഒരുപക്ഷെ ശ്രീ ഇക്ബാലിലെ ചില കെട്ടുപാടുകളുണ്ട്. ഇക്ബാൽ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ടും അടുത്ത ചെയർമാനാകാൻ യോഗ്യൻ വർക്കിംഗ് ചെയർമാൻ അല്ല, വൈസ് ചെയർമാനാണ്. എന്റെ പൊന്ന് ഭാവിയില് അതായത് കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ, അതായത് ചെയർമാൻ കഴിഞ്ഞ ദിവസം ക്യാൻറ്റീനെ പ്രഖ്യാപിച്ചല്ലോ. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറെ കാരണങ്ങളുണ്ട്. അതായത് പുറത്തു നിന്നുള്ള ആൾ ഇടുക്കിയിൽ നിന്ന് ഈ ഇക്ബാൽ മത്സരിച്ചത്, അതായത് അവിടെ മണ്ഡലം പ്രസിഡന്റുമാരെ മുഴുവൻ വിളിച്ചു വരുത്തി അവരെടുത്ത് എഴുതി മേടിച്ചു. അത് ജോസ് കെ മാണി എഴുതി മേടിച്ചു. അതായത് പുറത്തുനിന്നുള്ള ആൾ വേണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് പുറത്ത് മത്സരിക്കാൻ ഒരാൾ പോലും ഇല്ല കേരള കോൺഗ്രസ് മാണിക്കകത്ത്. കോഴിക്കോട് ആരാ ഉള്ളത്? ഇക്ബാൽ അങ്ങോട്ട് പോയില്ലെങ്കിൽ ആരാ ഉള്ളത്? ഇടുക്കിയിൽ റോഷി ഹസൻ മത്സരിക്കാൻ പറ്റുമോ? ഭാവിയിൽ അത് അവർക്ക് ഞാൻ മത്സരിച്ചതോ മത്സരിക്കാതിരിക്കുന്നതോ ഞാൻ 1977 കാലഘട്ടം മുതൽ ആന്റി രാജു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഇപ്പോൾ ഉള്ള ഡോക്ടർ കെ സി ജോസഫ്, MLA ഡോക്ടർ കെ സി ഇക്ബാൽ അടുത്ത തവണ മത്സരിക്കാൻ ചെല്ലുമ്പോൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പറയാണ് ഇവിടെയുള്ള ഒരു മത്സരിച്ചോളാം. കോഴിക്കോട് ജില്ലാ കോഴിക്കോട് ജില്ലാ അതുപോലെ ഇടുക്കി ചെല്ലുവാണ്. അപ്പൊ അവിടുത്തെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പറയാണ് റോഷി ഹസൻ മത്സരിക്കാൻ പാടില്ല. ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തുമ്പോ പാർട്ടി അവിടുത്തെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുഴുവൻ മുറിച്ച് കൂട്ടിയിട്ട് പറയാ എന്നെ മത്സരിപ്പിക്കണം പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റി എതിരാണ് പാർട്ടി ചെയർമാൻ പറയാം. അതേ ഉള്ളൂ. അല്ല റോജസിന് ഒരുപക്ഷെ ഇക്ബാലിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇക്ബാലിന് അതിൻ്റെതായ കെട്ടുപാടുകളുണ്ട്. ഒരു പാർട്ടി സംഘടനയുടെ പ്രവർത്തകനായി നിൽക്കണം. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് റോജസ്. ഇനി ഞാൻ റോജസിനോട് സ്വതന്ത്രമായ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അതായത് ശ്രീ പി ജെ ജോസഫ് കീഴടങ്ങി അവിടെ തുടരണമോ അതെയോ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തിറക്കണം? എന്തോ താങ്കളുടെ? എന്റെ സ്വതന്ത്ര അഭിപ്രായം പി ജെ ജോസഫ് UDF-നകത്ത് ഘടകകക്ഷിയാകാൻ നിയമപരമായി പറ്റുമെങ്കിൽ അങ്ങനെ ആകണമെന്നാണ് എന്റെ അഭിപ്രായം. നിയമപരമായി പറ്റില്ലെങ്കിലോ? നിയമപരമായി പറ്റില്ല പാരലായിട്ട് പോകണം. പാരലായിട്ട് എന്ന് പറഞ്ഞാൽ പാര വെക്കണം നടത്താം. കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ പോകാലോ. അല്ല അതിനകത്ത് ഈ ഷോയിൽ പുതിയ പുതിയ പദാവലികൾ വന്നു. അതായത് പാരയ്ക്ക് പകരം പാരലല്ലേ പലതരത്തിലുള്ള ഈ പറഞ്ഞ സംജകൾ കൂടി ഈ ഷോയിൽ വന്നിട്ടുണ്ട്. എനിവേ ഒരുപക്ഷെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അനുസ്യൂതം ഉള്ള ഒരു പ്രവാഹമാണ്. ഇപ്പോഴൊന്നും അവസാനിക്കുന്നില്ല. അതുപോലെ ഷഫീർ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് ലാപ്പുകൾ കിടക്കുകയാണ്. ഈ ലാപ്പുകളുടെ അന്ത്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് ഒരുപക്ഷെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഞാൻ മലയാളി ഇവിടെ അവസാനിക്കുന്നു.